പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റ് മാർച്ച് നടത്തിയ സഖാക്കളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ സർക്കാർ ഓഫീസുകളിൽ കരിങ്കൊടി കെട്ടിക്കൊണ്ട് കരിദിനം ആചരിക്കുന്നു. അതിന്റെ ഭാഗമായി നീലേശ്വരം സബ് ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. VK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുമെല്ലാം കഴിഞ്ഞ 2-3 ദിവസക്കാലമായി കേരളത്തിലെ UDF ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ പെൻഷൻ പ്രായം 56 വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളാണ് കേരളത്തിനകത്ത് എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ പ്രതിഷേധത്തെ ചോരയിൽ മുക്കി കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള കിരാതമായ മർദ്ദനങ്ങളാണ് കേരളത്തിലെ ഭരണാധികാരി വർഗം, കേരളത്തിലെ യുവജന പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും എല്ലാം എതിരായിട്ട് കേരളത്തിനകത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഖാവ് രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കാണ് സംഘടന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പോലും ഈ സമരം ന്യായമായ സമരമാണ് എന്നുള്ള നിലയിലേക്കും ഒരു കാരണവശാലും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്കും അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സമരരംഗത്തേക്ക് വരാൻ അവർ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ അഭ്യസ്തവിധരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു തീരുമാനമാണ് കേരളത്തിലെ UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രഖ്യാപനമല്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം തന്നെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KM മാണി തയ്യാറായിരുന്നു. ആ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയുടെ യോഗം ചേരുന്ന സ്ഥലത്തേക്ക് DYFI മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഒരു കാരണവശാലും ആ യോഗം കൂടാൻ അനുവദിക്കില്ല എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപനം DYFI നടത്തിയപ്പോഴാണ് ആ യോഗം കൂടാതെ താൽക്കാലികമായിട്ട് അത് നടപ്പിലാക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ധനകാര്യമന്ത്രി എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഏകപക്ഷീയമായ നിലയിലേക്കാണ് ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. PK രതീഷ് സ്വാഗതവും C സുരേഷൻ നന്ദിയും പറഞ്ഞു. TK രവി, P മണി, വിധു ബാല എന്നിവർ സംസാരിച്ചു.